കൊറോണയുടെ ബോൾ കൊടുത്തത്. കൊറോണയുടെ ഷേപ്പിലുള്ള ബോൾ അതിനെ കണ്ടെന്നുണ്ടെന്നെ ആക്കി. ഇപ്പം ആ ബോൾ മാത്രം മതി. എന്തോ വലിയ എല്ലും കഷ്ണം ഇറച്ചി എങ്ങാണ്ട് കിട്ടിയതിൻ്റെ ഒരു ഫീലിംഗ് ഇപ്പം നമുക്ക് ഇവിടെ കാണിക്കണം. നോക്കിക്കേ, അയ്യോ രാത്രി 10 മണി 10:15 കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുള്ള സർക്കസാണ് വരുന്നത്. അവൾക്ക് കംഫർട്ടായിട്ടുള്ള കളിപ്പാട്ടാന്ന് തോന്നുന്നുണ്ട്. വെച്ചടാ വികൃതി എന്ന് വെച്ചാൽ അങ്ങേയറ്റം വികൃതിയാ പെണ്ണിന്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും. അങ്ങനെ കുറേ വികൃതി പെണ്ണാണ്. ഇപ്പം എത്ര നിഷ്കളങ്കമായിട്ടാണ് ഇരിക്കുന്നത് നോക്കി. വെച്ചടാ അവളെന്നെ കണ്ടു കേട്ടോ. കണ്ട് അവളെന്നെ കണ്ട്. ഹായ് വായിക്കാത്ത ബോളില്ല. നാവ് പുറത്തിട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ഹായ് ഹായ് ലൂണിയേ, ലൂണി ഞാനാടി. അവളെ നോക്കാം വീഡിയോ പിടിക്കുകയാണോന്ന്. കളിക്കുകയാണോടി? കൊച്ചു കളിക്കുകയാണോ? പെണ്ണേ കൊച്ചു കളിക്കുകയാണോ? കച്ചോ വെച്ചടാ. എനിക്കിഷ്ടമായ ടോയ് ആണോ അത്? ആണോ? അയ്യടാ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു വികൃതി കേട്ടോ. കുറച്ച് ദിവസമല്ല ഇന്നലെയായിട്ട് ഞാനും അവളായിട്ട് പിണങ്ങിയിരിക്കുകയായിരുന്നു. എന്നെ വെട്ടിച്ചിട്ടൊന്നുമല്ല. ആയിട്ട് ഒരാൾ പുറത്ത് വന്നപ്പോൾ ഗേറ്റ് തുറന്നെടുക്കായിരുന്നു. അവളങ്ങ് പോയി. ഞാൻ വരുമെന്ന് വിചാരിച്ചു, അവളങ്ങ് പോയി. അത് ഇനി ഞാൻ പിന്നെ ചെന്നു. അങ്ങനെ അവർ കുറച്ച് വികൃതിയൊക്കെ കാണിച്ച് എന്നെ കുറേയിട്ട് ഓടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് മടുത്തു, വയ്യാണ്ടായി. എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം. പനിയും പിടിച്ച് കഫക്കെട്ടുമായിട്ട് ഭയങ്കരമായിട്ടിരിക്കുക. നമുക്കുണ്ടോ ഇതൊക്കെ അറിയേണ്ട ആവശ്യം? അയ്യോ പാവം നിഷ്കളങ്കം. ലൂണി അവളുടെ പിള്ളേരെത്തി. അവളുടെ അനിയത്തിയുടെ പിള്ളേരൊക്കെ വന്ന് നോക്കുക. ചീറ്റണ കണ്ടു കഴിഞ്ഞാൽ അവൾ സ്ഥലം വിടും. അച്ചടാ ഭയങ്കര കോൺസെൻട്രേഷനോടെ കളിച്ചോണ്ടിരിക്കുക. അയ്യോ മടുത്താ കളിച്ച്? മടുത്തിട്ടില്ല. അയ്യോ